ഭിന്നശേഷി ദിനത്തിൽ വീണ്ടും ചേർത്ത് പിടിക്കലിന്റെ മാതൃക തീർത്ത് വാഴക്കാട് ഹയർ സെക്കൻഡറി സ്കൂൾ. ലോക ഭിന്നശേഷി ദിനത്തിൽ സാമൂഹിക പുരോഗതിക്കായി ഭിന്നശേഷി സൗഹൃദ സമൂഹത്തെ വളർത്തിയെടുക്കുക എന്ന സന്ദേശമുണർത്തി വാഴക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വൈവിധ്യമാർന്ന പരിപാടി സംഘടിപ്പിച്ചു. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ ഭിന്നശേഷി ദിനത്തിൽ സ്പെഷ്യൽ അസംബ്ലി, ഫ്ലാഷ് മോബ്, കലാപരിപാടികൾ, പെയിന്റിംഗ്, ഗെയിംസ് തുടങ്ങിയ പരിപാടികളും നടത്തി. തെറാപ്പി സെന്ററിൽ രക്ഷിതാക്കളുടെ വക ഫുഡ് ഫെസ്റ്റ്, ഗെയിംസ് തുടങ്ങിയവയും സംഘടിപ്പിച്ചു. സ്കൂളിൽ വരാൻ പറ്റാത്ത ഗൃഹാധിഷ്ഠിത പഠനം നടത്തുന്ന മുഴുവൻ കുട്ടികളുടെയും വീടുകൾ, ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ, അധ്യാപകർ, PTA, MTA പ്രതിനിധികൾ, SPC, JRC, NCC ഫോഴ്സുകൾ ചേർന്ന് സന്ദർശനം നടത്തി. 1992 ഡിസംബർ 3-ാം തീയതിയാണ് ഭിന്നശേഷി ദിനമായിട്ട് ലോകമൊട്ടാകെ ആചരിച്ചു പോരുന്നത്. 34-ാം ഭിന്നശേഷി ദിനമാണ് ഇന്ന്. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് അജ്നാസ് എന്നവരുടെ വീട്ടിലാണ് വന്നിട്ടുള്ളത്. ആ കുട്ടി വാഴക്കാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ഈ ദിനത്തിൻ്റെ പ്രാധാന്യം കണ്ടെത്തിയിട്ട് നമ്മൾ ഒത്തിരി വീടുകൾ സന്ദർശിച്ചിട്ടുണ്ട്. ഇന്ന് ഇതിൻ്റെ ഭാഗമായിട്ട് അജ്നാസിൻ്റെ വീട്ടിൽ സന്ദർശിക്കുകയും അവന് പോസ്റ്റൽ ബോട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കുറിച്ച് ഒരു പരിചയപ്പെടുത്തലും അതോടൊപ്പം തന്നെ ഒരു ഓപ്പൺ ബോട്ട് ഇവിടെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് സ്കൂളിൽ അവൻ്റെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാവരും കൂടിയിട്ടാണ് അവൻ്റെ വീട്ടിൽ സന്ദർശിച്ചിട്ടുള്ളത്. എൻ്റെ പേര് അജ്നാസ്. ഇവിടെ എൻ്റെ കൂട്ടുകാരും വന്നിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് NMS പരീക്ഷ വായിക്കാറുണ്ട്. എൻ്റെ 8ാം ക്ലാസ്സിലെ ആൺകുട്ടികൾ ഇങ്ങോട്ടേക്ക്, എല്ലാ ആൺകുട്ടികളും ഇങ്ങോട്ടേക്ക് വന്നു. ഹെഡ് മാസ്റ്റർ മൊയ്തീൻ കോയ മാസ്റ്റർ, PTA പ്രസിഡന്റ് അലി അക്ബർ, ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ വിജയ മാസ്റ്റർ, MTA പ്രസിഡന്റ് ഷാഹിദ ഷിഹാബ്, സ്റ്റാഫ് സെക്രട്ടറി ഷീബ, പുണ്യം തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പൊതുയിട സന്ദർശനം, കുഞ്ഞെഴുത്ത്, റീൽസ് നിർമ്മാണം തുടങ്ങിയ പരിപാടികൾ വരും ദിനങ്ങളിലും നടക്കും. ന്യൂസ് 10 വാഴക്കാട്. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.